നീ ഇവിടെ സ്ഥിരം ഇവിടെ വന്ന് പോക്കാണില്ല, എന്നും വന്ന് ബൈക്കിൽ ഇങ്ങനെ ചുറ്റ് തിരിച്ചു പോക്ക്. ഞങ്ങൾ ജോലിയും കഴിഞ്ഞ് പോകുമ്പോഴേ നീ അകത്ത് കയറുള്ളൂ. എന്താടേ നിനക്ക് ഭാര്യ മക്കളൊക്കെ ഉള്ളത് തന്നെ? ഭാര്യ ഉണ്ട് തന്നെ? നീ കല്യാണം കഴിഞ്ഞാ? ഹസ്ബൻഡിന്റെ ഫ്രണ്ടായിരുന്നു, അപ്പൊ അന്നേ കൊടുത്തതാണ്. 8 ലക്ഷം രൂപയ്ക്ക് എത്ര ഇൻട്രസ്റ്റ് ആവും ഞാൻ ചോദിച്ചിട്ടുണ്ടോ? ഇന്ന് വരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ കുട്ടൻ്റെ അടുത്ത്? ഇതിന്റെ പ്രശ്നം രണ്ട്, ഈ കാശല്ല പ്രശ്നം. നാണക്കേടെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഇറങ്ങി നടക്കാൻ വയ്യ. ഇവൻ ഇവിടുന്ന് അങ്ങോട്ട് ചോദിച്ചു വൈകിട്ട് വന്നിട്ട് പോകുന്ന പ്രശ്നമില്ലല്ലോ, അത് നിനക്ക് പ്രശ്നമല്ലല്ലോ. ഇവൻ ഇവിടെ എന്ത് കാണിക്കുന്നു ഞങ്ങൾക്കറിയില്ല. ഞാൻ ആറ്റിങ് നടക്കാൻ എനിക്കറിയാമോ? ഞാൻ നാട്ടുകാർ പറഞ്ഞ് നാണക്കെട്ട് ഒരു വിഷയമില്ല. എന്നാലും ഇവിടെ ഞങ്ങളെ കുടുംബത്തിൽ കേട്ടില്ല. അത് അവൻ കൊണ്ടുപോയിരിക്കും, അത് അവങ്ങളെ പ്രശ്നമല്ല. ആ കുട്ടിയെ കൊണ്ട് പോയിരിക്കും എന്ത് കേട്ടു. ഇത്രയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ എന്ത് വേണം? ഞാനിപ്പോൾ ഉള്ളത് പേട്ടയിലാണ്. പേട്ടയിൽ നമ്മുടെ കൗമുദി ടിവിയുടെ ഓഫീസിനടുത്താണ്, അവരുടെ സ്റ്റുഡിയോയ്ക്ക് അടുത്താണ്. അപ്പോൾ ഞാനിവിടെ ഒരു ടീമിനെ തിരക്കി വന്നതാണ്. ആ ടീമിനെ നിങ്ങൾ മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം കാണും. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും അവരുടെ അടുത്തേക്ക് പോകാം. ഇവിടെയുണ്ട് ഓ മൈ ഗോഡ് ടീം, എല്ലാവരും ഇവിടെയുണ്ട്. നമസ്കാരം എല്ലാവർക്കും. ഇതൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. കാരണം ഓ മൈ ഗോഡ് ടീം ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂ എല്ലാവരും കൂടെ, അതായത് ഡയറക്ടർ സാർ അടക്കം എല്ലാവരും കൂടെ ചേർന്ന് ഇന്റർവ്യൂ എടുക്കുന്ന ആദ്യമായിട്ടാണ്. കാരണം അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇപ്പം എഴുത്ത് അല്ലെങ്കിൽ വിനീത, പാറു അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ സാർ ഇങ്ങനെ ആയിരിക്കും ചെയ്യണത്. ഇപ്പം ഇത്രയും പേരെയും കൂടെ ഒരുമിച്ച് ഒരു ഇന്റർവ്യൂ എടുക്കുന്ന ആദ്യമായിട്ടാണ്. അല്ല, ഞങ്ങൾക്ക് വളരെ സന്തോഷം. കാരണം ഞങ്ങൾ ഒരു എപ്പിസോഡ് പോലും വിടാതെ കാണുന്നതാണ്, പണ്ട് പോലെ കാണുന്നതാണ്. അപ്പോൾ അത് ഞങ്ങളുടെ മുമ്പിൽ തന്നെ, ഞങ്ങളുടെ ഒരു DNA മുമ്പിൽ തന്നെ, ക്യാമറയുടെ മുമ്പിൽ തന്നെ വന്നത് വളരെ സന്തോഷം. നമുക്കും വളരെ സന്തോഷം. അല്ലാതെ അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ്? ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഒമൈഗോഡ് ഏതാണ്ട് 480ഓളം എപ്പിസോഡ് ഇപ്പം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തരികിട മുതൽ ഉള്ള ആളുകളാണ്. ഏതാണ്ട് 22 വർഷം മലയാളത്തിൽ പൂർത്തീകരിക്കുകയാണ്. ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ റിയാലിറ്റി ഷോ എന്ന് പറയാൻ പറ്റുന്ന ഈ ഷോ തുടക്കം മുതൽ തന്നെ മലയാളിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ തുടങ്ങിയ ഈ ഷോയെ ആളുകൾ സ്വീകരിക്കുന്നതുകൊണ്ടാണല്ലോ 22 വർഷം കൊണ്ട് പോകുന്നത്. അത് തരികിടയിൽ തുടങ്ങി ഗുലുമാലിൽ പോയി, അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഷോയായി കൗമുദി ചാനലിലെത്തിയപ്പോൾ ഓ മൈ ഗോഡ് എന്നുള്ള പേരിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ എങ്കിലും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നല്ല കുറച്ച്, അതായത് ഓ മൈ ഗോഡ് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടല്ലേ? ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ലേ? അല്ല, തീർച്ചയായിട്ടും പറഞ്ഞത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം നമുക്കുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ നമുക്ക് കടകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള എപ്പിസോഡുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തെങ്കിൽ ഇന്ന് നമ്മൾ മാറി കുറച്ചുകൂടി യങ്സ്റ്റേഴ്സ്, ഇന്ന് ഒരുപാട് പേര് ഓ മൈ ഗോഡിൽ ഒരു ചാൻസ് ചോദിച്ചൊന്ന് പറ്റിക്കാൻ, വൈഫിനെ പറ്റിക്കാൻ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരെ പറ്റിക്കാനായിട്ട് കത്തുകൾ അയക്കുകയും അതുപോലെ തന്നെ ഫോൺ വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏതാണ്ട് നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷക്കാലം വേണമെങ്കിൽ ബുക്ക് എന്ന് പറയാൻ പറ്റും. നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യും, കാരണം ബ്ലോക്ക് ചെയ്യും. ഇപ്പോൾ വരാൻ പോകുന്ന ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ വൈഫിൻ്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും വിവാഹ വാർഷിക ആഘോഷം, അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് നമ്മുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്. കല്യാണം പോലും അത്തരത്തിലാണ് സർപ്രൈസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ കല്യാണത്തിന് സാറിന് വിളി വരുന്നുണ്ട്. കല്യാണത്തിന് നമ്മൾ ചെയ്യാത്ത കാര്യം എന്നറിയാമോ? ചിലപ്പം ഈ കല്യാണ ചെറുക്കനും പെണ്ണിനും ഒക്കെ ഓക്കെ ആയിരിക്കും. ചിലപ്പം വീട്ടുകാരെന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വലിയൊരു അതെ. ഇപ്പം നമ്മളിപ്പം കുറച്ച് ഒരു 4-5 മാസം കൊണ്ട് ഇപ്പം ഏറ്റവും ഹിറ്റായിട്ടുള്ള താരങ്ങളാണ് ഒന്ന് രഞ്ജിത്ത്, പാർവതി, വിനീത അതിന് മുമ്പേ ഉണ്ട് നമ്മളെ കൂടെ. അല്ല, ഇതിൽ ഏറ്റവും ചില സമയത്ത് നമ്മൾ അറിയാതെ ചിരിച്ചു പോകുന്നൊരു സംബന്ധിച്ച് സാബിൻ്റെ ചില കൗണ്ടർ ഉണ്ടല്ലോ, അതിലാണ് ആ ഒരു എപ്പിസോഡിൻ്റെ മൊത്തത്തിലൊരു മാറ്റിമറിക്കാനുള്ള ഒരൊറ്റ ചെറിയ ഇതിലങ്ങ് മറിക്കും. സാറിന്റെ കൗണ്ടർ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റിന് പോലും പലപ്പോഴും ചിരി വരാറുണ്ട്. കാരണം വിനീത പറഞ്ഞോടും, വിനീത അതിന്റെ എക്സ്പീരിയൻസ് ചില ഇടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്കത് ചിരി വന്നു. ചില സമയത്ത് നമ്മൾ മാറുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ മൂക്കിൽ പിടിച്ചൊക്കെയാണ് അത് മാറ്റുന്നത്. അപ്പൊ പിന്നെ അത് കാണുന്നവരുടെ കാര്യം പറയണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി പേര് പറയാറുണ്ട്, ഇപ്പോൾ നമ്മുടെ ഓമയിൽ കണ്ടത് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ടെന്നുള്ളത് അതൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ഉച്ചയ്ക്ക് ചോറെണ്ണം പോയി കഴിഞ്ഞാൽ എന്നും വീട്ടിൽ പോയി ചോറണം, കൃത്യമായിട്ട് ആ ഒരു എപ്പിസോഡ്, നിങ്ങളൊരു എപ്പിസോഡ് ഇന്നും ഞാൻ കണ്ടിരുന്നു. ഇന്ന് കണ്ടത് ഒരു ഗൾഫിൽ നിന്ന് വന്ന ഒരാളെ തട്ടിക്കൊണ്ടുപോയ കേസുണ്ടല്ലോ, അതിവിടെ വെച്ചേ അതാ കണ്ടത്. അപ്പോൾ അതുപോലെ ഒരു 2-3 ദിവസം മുമ്പ് കണ്ട ഒരു സംഭവത്തിൽ വിനീതയ്ക്ക് ഒരു അടി കിട്ടുന്നുണ്ട്, നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അടി വാങ്ങിച്ച് പിടിക്കുന്ന ആള് വേറെയാണ്. അല്ല, ആള് ഉണ്ട്. അല്ല, പാർവതിക്ക് മറ്റേ ആന്റിയുടെ ഒന്ന് കഴിഞ്ഞ ആഴ്ച നന്നായി കിട്ടി. അതിന് മുമ്പത്തെ ആഴ്ച ഇതിനു മുമ്പും അതെ. പക്ഷെ എന്തായിരുന്നാലും നമ്മുടെ ഹോസ്റ്റലിൽ ആന്റിയിൽ കൊടുത്തതുപോലെ അയ്യോ അതുപോലെ അടി ആരും കൊടുത്തിട്ടില്ല, അത് നിർത്തില്ല. തെറി പടി, പുതിയ തെറികൾ പഠിക്കാൻ പറ്റും.
ഈ അവിടെ ഈ അതെ അതെ അടുക്കാൻ പോലും അല്ല അതിൽ ആ തെറിവിളി കേട്ടിട്ട് വിനീത ചേച്ചിക്ക് ചിരി വന്ന് ചേച്ചി മാറുന്നു റൗണ്ടിൽ അങ്ങോട്ട് പോയി നമ്മൾ ഇന്ന് വരെ കേൾക്കാൻ അല്ല പുള്ളിക്കാരിയുടെ ഒന്ന് ജീവൻ മരണ പോരാട്ടമല്ലേ കാരണം അകത്ത് പോയി ആ ഒരു രീതിയിലായിരുന്നു ചേഞ്ച് ആയി ഇവിടെ അടുത്ത ദേഷ്യം എൻ്റെ അടുത്ത് ഞാൻ ഇനി പോലീസ് സ്റ്റേഷനിലെല്ലാം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അപ്പൊ എൻ്റെ അടുത്ത് വന്ന് പറയുന്ന പൊന്നുമോളെ ചക്കരയോ അല്ല ഇതിൻ്റെ ഒരു കാര്യമാണ് നമ്മളൊരു സീരിയലാണെങ്കിലോ ഒരു സിനിമയാണെങ്കിലോ എല്ലാം വ്യക്തമായ കാൽക്കുലേഷൻ ഉണ്ടാവും, ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ തീർക്കണം എന്നുള്ളത്. ഇതിലെന്ന് പറഞ്ഞാൽ കണ്ടന്റ് മാത്രമേ ഇപ്പോൾ സാധ്യതയുള്ളൂ. ആ കണ്ടന്റിനകത്ത് ഒരാൾ വന്ന് പെട്ടാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലായിരിക്കില്ല പോകുന്നത്. നമ്മൾ ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കും, പക്ഷേ വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല, വേറെ തരത്തിലായിരിക്കും പോകുന്നത്. ഇതിപ്പോൾ ലൈവിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം, എനിക്ക് തോന്നുന്നു ലൈവ് ഷോ ഇതാണെന്ന് തോന്നുന്നു അല്ലേ സാറേ? നമ്മൾ ഇത്രയും വർഷം പോയ ലൈവ് ഷോ എന്ന് പറയുന്നത് നമ്മൾ ഈ പല പേരുകളിലാണെങ്കിൽ പോലും ഈ ടൈപ്പ് പ്രോഗ്രാമാണ്. ഒരുപാട് പേര് നമ്മളെ ഈ എന്താ പറയുക, ഈ ഒരു ഫാമിലിയിൽ ഇപ്പോഴും നമ്മളെ കാണുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയുന്ന പറഞ്ഞാൽ പല തരത്തിലും അവർ നമ്മളെ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശബ്ദത്തിൽ പിടിക്കാറുണ്ട്, നമ്മൾ മാസ്ക് വെച്ചിട്ട് ഇറങ്ങിയിരുന്നാലും നമ്മൾ പിടിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരുപാട്. രജിത്ത് വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ അല്ലേ? പക്ഷേ അങ്ങനെ പറയില്ല കേട്ടോ, എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അല്ല രജിത്ത് നേരത്തെ ഉണ്ട്. അല്ല ഇതിൽ ഓമൈഗോഡിലോട്ടെ പിന്നിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. അത് ശരി, ആർട്ട് ഡയറക്ടർ ആയിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഇങ്ങോട്ടേക്കുള്ള മാറ്റം, പ്രൊമോഷൻ കിട്ടിയത്. ശരി, ഞങ്ങള് പുറകിലുള്ള പഴയ ജോലിക്കാർ നമ്മളാണ്. അല്ല സൂര്യ ടി വിയിൽ മേക്കപ്പ് മാൻ ആയിരുന്നു. സൂര്യ ടി വിയിൽ നമ്മുടെ ഗുലുമാലിന്റെ മേക്കപ്പ് മാൻ ആയിരുന്നു. ഇവിടെ ആർട്ട് പെട്ടെന്ന് നമ്മളൊരു ആർട്ടിസ്റ്റ് പോയപ്പോൾ എനിക്കറിയില്ല എന്ത് സംഭവം, കാരണം ഇത്രയും വർഷം ഞാൻ ഇവരോട് നടന്നുകൊണ്ട് എന്നെ പഠിച്ചതാണെന്ന് എനിക്കറിയില്ല. അപ്പം ഒരു അവസരം വന്നപ്പോൾ എന്നെ പറഞ്ഞു എനിക്ക് ഇന്ന റൂള് ചെയ്യണം. അപ്പം ഞാനാകെ ഞാൻ പെട്ടെന്ന് കാരണം ഇന്ന് രാവിലെ ഷൂട്ട് വന്നു, ഞാൻ എന്ന് എൻ്റെ ജോലിക്ക് വേണ്ടി വന്നപ്പോൾ ഞാൻ ചിപ്റ്റായി സ്ഥാപിച്ചേരണം സാറോട് പറയാണ് ഇത് ഇന്ന സംഭവം ഇത് ചെയ്യണം. പിന്നെ വർഷം കൊണ്ട് ഇവരോട് നടക്കുന്നതുകൊണ്ട് ദൈവഭാഗ്യമായിട്ട് വായിന്ന് വന്നതെല്ലാം നന്നായി. അത് നല്ല അഭിപ്രായമുണ്ട് ഇതിനെ കുറിച്ച്, നല്ല ആരാധകരുണ്ട് അവർക്ക് സത്യം. അല്ല ഇവർക്കെന്നല്ല എല്ലാവർക്കും ഉണ്ട്. അല്ല ഇതേ സോണ ഈ നമ്മള് ആൾക്കാർ ഇപ്പോൾ റോഡിൽ ഇറങ്ങി നടക്കുമ്പോൾ എങ്ങനെയൊക്കെ വന്നാലും മാസ്ക് വെച്ചാണ് കൂടുതലും വരാറ്. അതെ 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 അതെ. അല്ലാതെയൊക്കെ വരുമ്പോഴത്തേക്കും ആൾക്കാരുടെ ഒരു ഇതുണ്ടായിട്ടുണ്ട്, സന്തോഷം മാത്രമാണ്. ഒരുപാട് പേര് ഞാൻ പലപ്പോഴും വിചാരിച്ചു നമ്മുടെ ചിലപ്പോൾ ദേഷ്യമുള്ള ആൾക്കാരുണ്ടാവുമോ എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആ പ്രോഗ്രാമിനെ അതേ സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് അവർ എടുക്കുന്നത്. സാറിന് അങ്ങനെ ഫീൽ ചെയ്തില്ല? തീർച്ചയായിട്ടും നമുക്ക് ഈ പിന്നെ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആരാധനയോടെ വന്ന് നമുക്ക് ഇവരോട് ആർട്ടിസ്റ്റുകളോട് എന്തും പറയാമെന്നൊരു തോന്നലുണ്ട്. നമ്മളൊരു ട്രെയിൻ യാത്ര പോകുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്നത് ആർട്ടിസ്റ്റിനോട് നമുക്ക് എന്തും പറയാമെന്ന്. അവർക്ക് അത്ര ഫ്രീഡത്തോടെ പറ്റും. സിനിമാ സീരിയൽ താരത്തിനെയോ പോരെ അല്ല നമ്മളെ കാണുന്നത്. നമുക്കൊരു കുറച്ചുകൂടെ അടുത്ത ആൾ, നമ്മളെ സ്വന്തം ആളെന്ന രീതിയിലാണ് കാണുന്നത്. അപ്പോൾ ഓടി വന്ന് അവരുടെ എക്സ്പ്രഷൻ, സംഭവങ്ങൾ, കാര്യങ്ങൾ, ദിനേശ് എൻ്റെ കുടുംബത്തിൽ ഒരാളെ പറ്റിക്കാനും ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. നമ്മുടെ ഫോൺ നമ്പർ വാങ്ങി പോയിട്ട് അവർ കൃത്യമായി നമ്മളെ പറ്റിക്കാൻ തയ്യാറായിട്ടാണ് പറഞ്ഞത്. വിനീത ഇത്രയധികം സീരിയൽ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വലിയ താരമാണ്. എങ്കിൽ പോലും നമ്മുടെ ഓമൈഗോഡ് ടീമിൽ വരുമ്പോഴാണ് വിനീതയ്ക്ക് കുറച്ച് കൂടുതൽ പ്രേക്ഷകർ. എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ഒരു 1.5 വർഷം ആവാൻ പോകുന്നു ചെയ്തിട്ട്. പക്ഷേ അന്ന് കുറച്ചായിരുന്നു ചെയ്തത്, ഇപ്പോഴാണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ സീരിയലിൽ നമ്മൾ ആ ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മളെ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇത് അങ്ങനെയല്ല, നമ്മൾ ഓടി വന്ന് സംസാരിക്കും. ഇത് സീരിയലിൽ ഉള്ളതല്ല നമുക്ക് തന്നെ കേൾക്കാം പറയുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല, ഓടി വരും ഓമൈഗോഡില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർക്ക് ഭയങ്കര കാര്യം. സാറ് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര കാര്യമാണ്. പിന്നെ ഇപ്പം എൻ്റെ അമ്മ വീട്ടിലുണ്ട്. അപ്പം അമ്മ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾക്ക് ഭയങ്കര മെൻ്റൽ പ്രോബ്ലം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഡിപ്രഷൻ ഉണ്ട്. അപ്പോ ആളിപ്പോ ഇത് കണ്ടിട്ടാണ് അത് നമ്മൾ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു പ്രധാനപ്പെട്ട എനിക്ക് വരുന്ന കോളുകൾ ഈ അതിൽ കാണിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് എൻ്റെ ഫോൺ നമ്പറാണ്. അപ്പം ഈ നമ്പറിൽ വരുന്ന കോളുകൾ പലതും പറയുന്നത് ഇപ്പം ഗൾഫിൽ നിന്ന് രാത്രി 2 മണിക്ക് വിളിച്ചിട്ട് എന്നെ പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. അത് പുറം ലോകത്തിന് അറിയാത്ത സംഭവമാണ്. കാരണം അവിടെ മദ്യപാന സദസ്സുകളിലോ മറ്റേതെങ്കിലും പൊതു വേദികളിലോ ഇരിക്കുന്ന ആളിന് ആരെങ്കിലും പറ്റില്ല, സന്തോഷത്തോടെയാണ് വിളിക്കുന്നത്. ഞാൻ ഒരു കാരണവശാലും രാത്രി ഉറക്കം എൻ്റെ പോവുകയാണെങ്കിൽ ഞാൻ ഒന്നും പറയാറില്ല. കാരണം അങ്ങനെ പറയാൻ പാടില്ല. കാരണം നമ്മൾ ആ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ആ പ്രോഗ്രാമിൽ സ്നേഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കുകയും ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെ പോകുന്നവർക്ക് പിന്നെ ഏറ്റവും വലിയ സംഭവം
പറയുന്നത് അവരുടെ കുടുംബത്തിലെ ഒരാളെ പറ്റിക്കണം, മുന്നോട്ട് പോകണം, പിന്നെ നമ്മളോടുള്ള വിശേഷങ്ങൾ രാത്രി 2 മണിക്കാണ് വിളിച്ചു ചോദിക്കുന്നത്. കാരണം അവർക്ക് അവരുടെ സമയം അങ്ങനെയാണ്, നമ്മുടെ സമയം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഇതിനകത്ത് വ്യക്തമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഗൾഫിലും അമേരിക്കയിലും ഒക്കെ ഒരുപാട് പ്രേക്ഷകർ നമുക്കുണ്ട്. ഗൾഫിലുള്ള ആൾക്കാരാണ് കൂടുതലും ഈ ഒഴിവ് സമയം എന്താണ് അവർ ഏറ്റവും കൂടുതൽ ഈ പ്രോഗ്രാം കാണും. അത് ഒരുപാട് ആൾക്കാർ നമ്മുടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാറുവിൻ്റെ വിശേഷം കൂടെ പറഞ്ഞു. എൻ്റെ വിശേഷം ഇപ്പം എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ട്. ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇപ്പൊ ഞാൻ ഓട്ടോ ഇവിടെ നിന്നാണ് പിടിച്ചത്, ഈ പാറ്റൂരിന്റെ അപ്പുറം. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, ഓമി ഗോഡിലെ പാർവതി അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പൈസ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കയ്യില്. ഈ ഷൂട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഇന്ന് വേറൊരു കാര്യമായിട്ട് പോവുകയാണ്. അങ്ങനെ കുറെ അനുഭവങ്ങൾ പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടുന്നുണ്ട്. സാബു ചേട്ടനെ ചോദിച്ചു, രേച്ചേട്ടനെ, വിനീത ചേച്ചി എല്ലാവരെയും ചോദിച്ചു. നമ്മൾ ഈ ഒരു കാര്യം കൂടെ പറയണം. നമ്മൾ ഈ ക്യാപ്റ്റൻസി എന്നുള്ള രീതിയിൽ പുള്ളി ഞങ്ങളെ കൊണ്ടുപോകുന്ന ഒരു രീതി ഒന്ന്. 2, നമ്മളെ ക്രൂ, അതായത് നമ്മൾ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, നമ്മുടെ കൂടെ വരുന്ന ക്യാമറമാരായിരുന്നാലും ശരി, മേക്കപ്പ് സെക്ഷൻ ആയിരുന്നാലും ശരി, ആർട്ട് സെക്ഷൻ ആയിരുന്നാലും ശരി, ഓൾ ക്രൂ എല്ലാവരും ഒത്തൊരുമയാണ്. കാരണം ഇത് ഒരുമിച്ച് പലപ്പോഴും ഞാൻ അതുകൊണ്ട് ചോദിക്കാൻ പറ്റുമായിരുന്നു. കാരണം ഇത്രയും പേരെ ഒരുമിച്ച് ഇങ്ങനെ ഇത്രയും എപ്പിസോഡിൽ കൊണ്ടുപോകുക, അതൊരു സിനിമ പോലെ അല്ലല്ലോ. സിനിമ ഒരു 45 ഡേയ്സ് അല്ലെങ്കിൽ 60 ഡേയ്സിൽ കാര്യം തീരും. ഇതങ്ങനെ കൊണ്ടുപോകുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. ഒരു 15 പേരോളം ഇതിൻ്റെ പിന്നിൽ കിടന്ന് 15 പേര്, നമ്മളൊരു 3-4 പേരെ കൊണ്ടുപോകണം നമുക്കറിയാം. അതുകൊണ്ട് ഈ 10-15 പേരെ കൊണ്ട് യാത്ര ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു ബുദ്ധിമുട്ടുള്ളത്. എങ്ങനെ അത് ഈ പറയുന്ന നിങ്ങൾ എല്ലാവരും ഒരു ഒത്തൊരുമയോടുകൂടി നിൽക്കുന്നത് കൊണ്ടാണ്. അല്ലല്ല, അത് അവിടെയാണ് ഒരു എപ്പിസോഡിലേക്ക് വേണ്ടി ഒരാൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ സാധാരണക്കാരൊരു പ്രേക്ഷകൻ വിചാരിക്കുന്നത് ഇതിപ്പോൾ പോയി പറ്റിക്കുന്നതാണെന്നാണ് വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് പറ്റിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് അയാൾ അപ്ലൈ ചെയ്തിട്ടേക്കും. ഇപ്പോൾ 1 വർഷത്തിന് മുമ്പ് അപ്ലൈ ചെയ്തിട്ടിരിക്കുന്ന ആളിനെ നമ്മൾ വിളിക്കുന്നത് 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ആ വിളിക്കുന്ന ആൾ വരികയും ആ ബന്ധപ്പെട്ട ഈ ആരാണോ അപ്ലൈ ചെയ്യുന്നത് അയാളുമായിട്ട് നമ്മളൊരു ഡിസ്കഷൻ വയ്ക്കും. ആ ഡിസ്കഷനകത്ത് ഈ പാർട്ടി പറ്റിക്കേണ്ട ആളിൻ്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ കൂടിയിരുന്നിട്ടാണ് നമ്മളൊരു സബ്ജക്റ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ സബ്ജക്റ്റ് ഇടുമ്പോൾ അയാൾ പറയും അത് നടക്കും തോന്നില്ല എന്ന് പറയാൻ നമ്മൾ അടുത്ത സബ്ജക്റ്റിലേക്ക് പോകും. അങ്ങനെ സ്പോട്ട് നമ്മൾ സബ്ജക്റ്റുകൾ മാറ്റി അവസാനം ഒന്നിലേക്ക് എത്തുമ്പോൾ പിന്നെ അയാൾക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഇന്ന് മുതൽ എൻ്റെ പേര് ഈ പേരിലൊന്നും അല്ല കേട്ടാ, ഞാനത് നമ്പർ സേവ് ചെയ്തിടേണ്ടത്. ഈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ നിർദ്ദേശം കൊടുക്കും. ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് പിന്നീട് അയാൾ പോകുന്നത്. ചിലപ്പോൾ നമ്മൾ അയാൾ രാത്രി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി കിടന്നുറങ്ങുമ്പം ഞാൻ പറഞ്ഞു വെളുപ്പാങ്കാലത്ത് സ്വപ്നം കണ്ട് വിളിച്ച് പറയുന്നതായിട്ടൊരു സാധനം വേണം, കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇയാൾ 3 ദിവസം തുടർച്ചയായി വിളിക്കുന്നുണ്ട്. രാത്രി കിടന്നുറങ്ങിയിട്ട് ഭാര്യയുടെ അടുത്തുനിന്ന് നീ ഇറങ്ങി പോകാൻ. നമ്മളെക്കാളും നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഭാര്യയെ പ്രാങ്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെ പ്രാങ്ക് ചെയ്യാനായിട്ട് വരുന്നില്ലേ, അവർ ചിലപ്പോൾ ദിവസങ്ങളോളം. അതെ, ഞാൻ ഈ കായംകുളത്തുള്ള ഒരു ചേച്ചി, അത് എനിക്ക് അറിയാവുന്ന ഒരാളാണ്. കസേര എടുത്ത് സാബുണ്ണ അടിച്ചില്ലേ? വിനീത അടി നന്നായിട്ട് ഇതിന്റെ ചക്കന് വെച്ചത് കൊക്കലുണ്ടെന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാൽ വിനീതയുടെ കേട്ടെന്ന് പറഞ്ഞാൽ ഈ അവരെ പോലെ ഒരു അനുഭവം പറ്റിയ ഒരു സ്ത്രീയാണ്. എൻ്റെ ഭർത്താവിനെ ഇന്നലെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഐസിയിൽ കിടക്കാന്ന് പറയാം. അതിന് എൻ്റെ എന്ന് പറയാനായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ പറയുന്നതിന് മുമ്പ് മുട്ടയടിച്ചിട്ടുണ്ടല്ലേ? ഓടി വന്നിട്ട് അവളെ കഥാപാത്രം പറയാൻ വേണ്ടി വന്ന് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു അവർ ചോദിച്ചാൽ എന്താ ഞാൻ ഇവിടെ ഹസ്ബൻഡ് എന്ന് ചോദിച്ചു. പ്രതീക്ഷിച്ചില്ല ആ അടി എനിക്ക് നന്നായിട്ട് കിട്ടി. കാര്യം പിറ്റേ ദിവസം എനിക്ക് സീരിയലിന്റെ ഷൂട്ടുള്ളതാണ്. ഞാൻ നെഗറ്റീവ് ക്യാരക്ടർ സീരിയലിൽ മിക്കതും ചെയ്യുന്നത്. നീരും വന്നാ പോയത്. അല്ല, അതില് ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇത് പാർവതിയുടെ ആ എപ്പിസോഡിൽ അമ്മച്ചി അടിച്ചില്ലേ, അത് ഭയങ്കരമായിട്ട് അത് കറക്റ്റായിട്ട് വേദന ഉണ്ടായിരുന്നു. അറഞ്ചം പറഞ്ഞ അടിച്ചു കളഞ്ഞു. കേൾക്കാത്ത ചീത്തകളാണ് മൊത്തം. അത് ഒരാളുടെ അവസ്ഥയെ അവർ നിന്നിട്ട് പെട്ടുപോയി. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാരും ചെയ്യില്ല. സംഭവം ഇത് അവസാനം കഴിഞ്ഞിട്ട് പറയാണ് ഓ മൈ ഗോഡാണ്, കൗമുദിയാണ് വിട്ടത്. പുള്ളിക്കാരി അതൊന്നും എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് കരച്ചിട്ട് നോക്കിയപ്പോ അതിലൊരു പൊടി ഉണ്ടായിരുന്നു നമ്മള് വെച്ച നമ്മുടെ അത് നോക്കിയപ്പോ രേത്തേട്ടൻ കഴിക്കണു, സാബുചേട്ടൻ കഴിക്കണു, വാടനായിട്ട് അഭിനയിക്കുന്ന വിനീത ചേച്ചി. പുള്ളിക്കാരി ആലോചിക്കുമ്പോൾ എല്ലാരും കൂടെ ചേർന്ന് പറ്റിക്കുവാണോ എന്നെ, അങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞുള്ള ആയിപ്പോയതാ പുള്ളിക്കാരി. അല്ല, അതുപോലെ നമുക്ക് ഇതിന്റെ ഒരു പരിധി വരെ, അതായത് ഈ പ്രാങ്ക് ചെയ്തതിന്റെ ഒരു പിന്നെ ക്ലൈമാക്സ് വരെ നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ അതിനുശേഷം പിന്നെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ബാക്കി വരുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ഈ നമ്മൾ പിടിച്ച സ്ഥലത്ത് നിൽക്കാതെ വയലൻ്റായ ആൾക്കാരുണ്ടോ എപ്പോഴെങ്കിലും? അത് തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ വയലൻ്റ് എന്ന് പറയുന്നതല്ല, ഈ വെട്ട് അടി നമ്മളെ
കൊന്നുകളയും എന്ന് പറയുന്ന നിമിഷങ്ങൾ നമ്മുടെ ഈ എപ്പിസോഡുകൾക്കകത്ത് എത്രയോ ദിവസങ്ങൾ, കാരണം മരണം മുഖാമുഖം കണ്ട നിമിഷങ്ങൾ എത്രയോ ഉണ്ട്. നമ്മൾ മരിക്കും, അടുത്ത നിമിഷത്തിൽ മരിക്കും. മലയാളത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറയാം, മലയാളത്തിലെ ഒരു ടെലിവിഷൻ ചാനലിലും ഇങ്ങനെ മരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ചെയ്യില്ല. പറയുന്നു ചെയ്യില്ല. കാരണം നമ്മൾ ആ ഒരു ഡെഡിക്കേഷനോടെ, എനിക്ക് ഏറ്റവും വലിയ സംഭവം നമ്മളെ കൂടെ നിൽക്കുന്ന 2 പെൺകുട്ടികൾ, അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. പക്ഷെ പ്രൊട്ടക്ഷൻ ആ സമയത്ത് ഒരു ഡയറക്ടർ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ലൈവിൽ എന്ത് ഇപ്പോൾ ഇവിടെ വെച്ചൊരു അടി കൊണ്ട് അവർ വാങ്ങുക തന്നെ. ഇവിടെ അടി വെച്ച് ഈ പിന്നെ ഇദ്ദേഹം ഈ പറഞ്ഞില്ലേ കവളിൽ അടിയും കൊണ്ട് നീരുമായിട്ടാണ് പിറ്റേന്ന് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വില്ലത്തിയാണ്, വില്ലത്തി അടിയും വാങ്ങിക്കൊണ്ട് വന്ന ഫീലാവും സീരിയലിൽ. അതുപോലെ തന്നെ ചിലത് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ചിലത് നമ്മുടെ ഏതെങ്കിലും വെച്ചിട്ട് ചിലപ്പോൾ പൊളിഞ്ഞു പോകും. അപ്പം പലരും ചോദിക്കും നിങ്ങൾ ഇത്രയും വർഷമായിട്ട് അറിയുന്നില്ലെന്ന്. നമ്മൾ ഈ ആദ്യത്തെ ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ഉണ്ട്, ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഈ വരുന്ന ആൾ ഒരിക്കലും നമ്മളെ പുള്ളിയുടെ മുമ്പ് ചെന്ന് പെടില്ല എന്ന്, പുള്ളി വന്നു പെടും എന്ന് പുള്ളി വിചാരിക്കില്ല. ആ സമയത്ത് നമ്മൾ ചെല്ലുന്ന ആ ഒരു 10 മിനിറ്റ് മതി പുള്ളിയുടെ അതിൻ്റെ 10 മിനിറ്റിന് ശേഷമായിരിക്കും കത്തുന്നത്. അതിനകത്ത് നമുക്ക് വേണ്ട കണ്ടന്റ് എടുക്കുന്നതാണ്. ചിലത് പാളിപ്പോവും, ചിലത് നമ്മൾ ആ കണ്ടന്റ് തന്നെ വേറെ ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ പറയുള്ളൂ. കൊല്ലത്ത് പോയി ചെയ്ത് ഫുള്ള് ഷൂട്ട് കഴിഞ്ഞ് പ്രാങ്ക് ചെയ്തു, പക്ഷെ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് വളരെ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തിട്ടേ അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്കുള്ള ഫാമിലിയിലുള്ള നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ ചെയ്തു കണ്ടന്റ്. അതുപോലെ ഇത് എങ്ങനെ ഈ കൗണ്ടർ അടിക്കുന്നത് കറക്റ്റ് കാരണം നമ്മൾ കൂടെ ഞാൻ ഇത് തന്നെ പറയണ്ടല്ലോ. പറഞ്ഞൊരു മുല്ലപ്പൂക്കൂടി ഏറ്റെടുക്കും കല്ലുണ്ട് സൗരഭ്യം പോലെ ഇവരെ കൂടെയാണ് എൻ്റെ സാധ്യത. പണ്ട് പോലെ ഒരുപാട് വർഷം മുമ്പല്ലേ. അപ്പം അത് കേട്ട് പഠിച്ചതല്ല എനിക്കൊന്നുമില്ല. നമ്മൾ അപ്പോഴേ കാരണം ചെറുതും ത്രെഡ് പറയും, ആ ത്രെഡ് വെച്ച് ചെയ്യണം. അപ്പം ഇന്ന കാലത്തിന് ഇതേ പറയുള്ളൂ, പൂവുള്ള റൂട്ടും പറഞ്ഞു. പക്ഷെ വരുന്ന വഴിക്ക് എങ്ങോട്ട് പോകുന്നറിയും. ഇനി ഞാൻ സാവിച്ചേട്ടൻ ഉണ്ടായിരുന്നു, സാവിച്ചേട്ടൻ എന്ത് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും തിരിച്ച് പറഞ്ഞാൽ തിരിച്ച് കൗണ്ടർ അടിക്കുക. എനിക്ക് സാവിച്ചേട്ടനും ഓൾറെഡി സാവിച്ചേട്ടൻ എനിക്ക് സേഫാണ് ഉണ്ടായിരുന്നു. കാരണം കൂടെ എന്നെ സപ്പോർട്ട് അല്ലെങ്കിൽ ഞാനൊരു കാര്യമാണ് അത് പിടിച്ച് ചാടിക്കാതെ അങ്ങനൊരു സംഭവമുണ്ട്. കാരണം ഒരു കാലത്ത് ഇവരേക്ക് നമ്മുടെ ഈ പ്രോജക്റ്റിന് ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടുള്ളത്, ഞാൻ ഇത്രയും കാലം ഇതിൻ്റെ ഈ എൻ്റെ കൂടെ ഇത്രയും കാലം നടന്നിട്ട് ഫിലിറ്റിയോട് നടക്കുക. പിന്നെ ഞാൻ കണ്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രോജക്റ്റ് ഏറ്റവും വലിയ പ്രത്യേകത, ഇവരെയൊക്കെ ഞാൻ ഒരു സമയത്ത് സത്യം മോഹൻലാലും മമ്മൂട്ടിയും പോകുമ്പോഴാണ് ഞാൻ ഇവർ കൂടെ നടന്നിട്ടുള്ളത്. അവരുടെ കൂടെ നമ്മളിങ്ങനെ നടക്കുന്നില്ല. കാരണം ഞങ്ങൾ ആ പ്രോഗ്രാം ആഴ്ച ഒരു ദിവസം പോകുന്ന പ്രോഗ്രാം, 8 ദിവസം പോകുന്ന പ്രോഗ്രാം. സീരിയൽ ആഴ്ച കൊണ്ട് 6 ദിവസം പോകും. സിനിമ അതേപോലെ തിയേറ്ററിൽ പല തിയേറ്ററിൽ ഓടിക്കൊള്ളു. ഇത് നമ്മൾ ടി വിയിൽ ഒരൊറ്റ ദിവസം വയ്ക്കുന്നത്. ആ പ്രോഗ്രാം ഇത്രയും കണ്ട് പെട്ടെന്ന് ഒരാൾ സാധിച്ചിട്ട് പോകുമ്പോൾ പിന്നെ പ്രോഗ്രാം ആളെ ചോദിക്കുമ്പോഴേ നമ്മളെ കൈ കാലൊക്കെ മറ്റേ ഈ റൂമിൽ നിൽക്കും. കാരണം മോഹൻ്റെ കൂടെ മോഹൻലാൽ മമ്മൂട്ടി അടുത്തൂടെ പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് അതൊരു പ്രത്യേകം നമ്മൾ ആഴ്ച ഒരു ദിവസം പോകുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ അതിൽ ഇന്ന് ഇൻവോൾവ് ആകാൻ പറ്റിയില്ല. എന്നാൽ അവരെ കൂടെ നടക്കുന്നു. പിന്നെ ഇതേപോലെ ഫ്രണ്ടിൽ വരണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ വേഷങ്ങൾ സാറൊന്നും എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പം എനിക്കറിയില്ല എന്തുകൊണ്ടാണ് സ്ഥാപിച്ചാണ് സാറിനെ അറിയാം. നിങ്ങൾ കഴിവുകൊണ്ടാണല്ലോ സാർ കഴിവില്ലാന്നുണ്ടെങ്കിൽ അത് ശരിയാണ്. പിന്നെ അതിനകത്ത് ഇതേപോലെ ഷൂട്ടിന് വന്ന് രാവിലെ പറയുന്നില്ല ഇന്ന സംഭവം അപ്പം ഇത് നീ ചെയ്യണം എന്ന്. അപ്പോൾ ഞാൻ ഓൾറെഡി നോക്കിയിട്ട് മുഴുവനുള്ള ഞാൻ അതിനകത്തുള്ളത്. ഞാൻ സാറേ നീ നിൻ്റെ സംഭവം ചെയ്ത് പോയാൽ മതി. എന്തോ ഏതോടെ ഭാഗ്യം കൊണ്ടെല്ലാം ഞാൻ ഇപ്പോഴും അതാണ് നമ്മൾ പറഞ്ഞത്. എന്താ പറയുക, നമ്മൾ ഈ ഇതിലെ ഒരു മാനസികമായ ഒരു ഐക്യമാണ് തീർച്ചയായിട്ടും. അപ്പം അത് ക്യാപ്റ്റൻസി, സാറിൻ്റെ ക്യാപ്റ്റൻസിയും അതിൻ്റെ കീഴിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ഒത്തൊരുമയുണ്ട്. ഒരു ചെറിയ ഇഷ്യൂ പോലും ഉണ്ടാക്കാത്ത തരത്തിൽ കൊണ്ടുപോകുക എന്നുള്ളത് ഭയങ്കര അത് വലിയൊരു. അതുപോലെ തന്നെ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മളെയും കടമ. പുള്ളി നമ്മളെ നോക്കുന്ന രീതിയിൽ നമ്മളും തിരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ളതാണ്. അതിൽ ചേഞ്ച് വരുമ്പോഴാണ് വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഒരു വിഷയങ്ങളില്ലാതെ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം സഹായിച്ച് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം ആഗ്രഹം. ഇപ്പം ഈ ചാനലിൻ്റെ ഇതായതുകൊണ്ട് ചിലപ്പം ഈ പ്രോഗ്രാമിന് വരുന്ന ക്യാമറമാൻ ആയിരിക്കില്ല. കാരണം ഇങ്ങനെ മാറി മാറി വരുമല്ല. ചിലപ്പോൾ അവർ സീരിയലിൻ്റെ വർക്കിന് പോകുമ്പോൾ നമ്മൾക്ക് വേറെ ആളായിരിക്കും. ഇവിടെ മത്സരമാണ് നമ്മുടെ പ്രോഗ്രാമിന് ഷൂട്ട് വരാൻ. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത്ര സന്തോഷമായിട്ട് നിൽക്കുന്നത് അത് അറിയുമ്പോഴാണ് നമുക്ക് സന്തോഷം. തീർച്ചയായും. അതുപോലെ ഏറ്റവും വലിയൊരു കാര്യം തോന്നിയിട്ടുള്ളത് ഈ വൈഫും ഹസ്ബൻഡും തമ്മിലുള്ള പ്രാങ്ക് ആയിരിക്കുമല്ലോ മിക്കവാറും. അവസാനം ഇവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളവർ ഇപ്പം തന്നെ ലാസ്റ്റ് ചെയ്തൊരു ഇതുണ്ടല്ലോ, ഒരു ബുള്ളറ്റൊക്കെ പിടിച്ചു വയ്ക്കുന്ന ഒരു സംഭവം. പന്തളത്തിയതല്ലേ ആ ബുള്ളറ്റൊക്കെ പിടിച്ച് ആ കുട്ടി നമുക്ക് തന്നെ കഷ്ടം തോന്നിപ്പോകും. എങ്ങനെയാ അതിൻ്റെ ആ ഒരു മാനസികാവസ്ഥ സത്യം അത് അങ്ങനെ ഈ അത് വളരെ വിനീത പറഞ്ഞ പോലെ പിന്നെ ആ ഒരു മാനസികാവസ്ഥ ഉണ്ട്. ഈ മാനസികാവസ്ഥ ഉണ്ടെന്നപ്പോൾ നിങ്ങൾ മാർക്കോപ്പോളയുടെ വൈഫിനെ ഞങ്ങൾ പ്രാങ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. ഞങ്ങളത് പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹാപ്പി അല്ലെങ്കിൽ
ഞങ്ങൾ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് മാനസികമായിട്ട് താല്പര്യമില്ല, ഒന്നുമില്ല. അവർ ഹാപ്പി ആണെങ്കിൽ മാത്രമേ ചെയ്യൂ. ഈ പ്രോഗ്രാം കൊണ്ട് ആരെയും കൊല്ലാനല്ല ഞങ്ങളിത് ചെയ്യുന്നത്, ആരെയും മാനസികമായിട്ട് വിഷമിപ്പിക്കാനും അല്ല ചെയ്യുന്നത്. ഇത് ഒരു നിമിഷമെങ്കിലും ജീവിതത്തിൽ ഓർക്കാൻ പറ്റിയ ഒരു നല്ല നിമിഷത്തെ നമുക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഞങ്ങളുടെ ഒരു മോട്ടോ. അങ്ങനെയാണ് ഈ പ്രോഗ്രാം. അല്ല, അതിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ന്യൂസ്, നമ്മളൊക്കെ ന്യൂസാണ് കാണുന്നത്, വേറെ ഒന്നും കാണാനുള്ള സമയം കിട്ടാറില്ല. ന്യൂസ് വെച്ചാൽ തന്നെ എന്താണ് കാണുന്ന കാര്യങ്ങളൊക്കെ, സബ്ജക്റ്റൊക്കെ അറിയാമല്ലോ. അത് കണ്ട് മടുത്ത് പിന്നെ ആകെ മനസ്സിനാകെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഓ മൈ ഗോഡാണ്. അത് നമുക്ക് ഒരു 20 മിനിറ്റ് 21 മിനിറ്റ് നമുക്ക് ഒരു കറക്റ്റായിട്ട് നമുക്കതിൽ രസിച്ച് പോകാൻ പറ്റും എന്നുള്ളതാണ്. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇത് പലരുടെയും വിചാരിച്ച പെട്ടെന്ന് നമ്മൾ ഒരു സുപ്രഭാതത്തിൽ നേരെ ചെന്ന് ക്യാമറയും കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ല. മാസങ്ങൾക്ക് നേരെ സാറ് പറഞ്ഞ പോലെ മാസങ്ങൾക്ക് മുമ്പേ ഇവിടെ മെയിൽ വരുന്നു. ഈ മെയിൽ അനുസരിച്ച് ഓരോരോ സീനിയാരിറ്റി അനുസരിച്ച് ഒരാളിനെ വിളിക്കുന്നു. ഇപ്പം വിളിച്ചിട്ട് അദ്ദേഹത്തിന് ആദ്യം ഈ പ്രാങ്ക് ചെയ്യണം എന്ന് പറഞ്ഞ ആളിനെ നമ്മൾ വിളിച്ച് വരുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫാണെങ്കിൽ വൈഫ്, ബന്ധുവാണെങ്കിൽ ബന്ധു, എന്തുകൊണ്ട് പ്രാങ്ക് ചെയ്യുന്നു, എന്താണ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്തൊക്കെയാണ് അവരുടെ ആക്ടിവിറ്റീസ്, അവരെന്താണ് ജോബ്, ഇതെല്ലാം അന്വേഷിച്ചതിന് ശേഷം അവർ ഫുള്ള് ഡീറ്റെയിൽസ് അറിഞ്ഞ ശേഷം ഇവിടെ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കും. കണ്ടന്റ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെയും ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിലാണ് ഇതിൻ്റെ മൊത്തം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ വാങ്ങിച്ച് അവിടെ ഓക്കെയാണ്, ഞാൻ പറയുന്ന ആളിനെ പ്രാങ്ക് ചെയ്യാൻ എനിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞ് ആദ്യം വാങ്ങിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പല ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഷൂട്ട് നടക്കും. ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഈ പ്രാങ്ക് ചെയ്യപ്പെട്ട ആളിൻ്റെ നമ്മൾ ഒപ്പിട്ട് വാങ്ങിക്കും. കാരണം എനിക്ക് കുഴപ്പമില്ല ഇത് ടെലികാസ്റ്റ്, കാരണം ഇത്രയും നമ്മൾ ഘട്ടമായിട്ട് ഒരുപാട് ഇത് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇന്ന് ചെയ്യുന്ന ഒരു സംഭവമല്ലേ, അത്ര റിസ്ക് ആണ് സംഭവം ടോട്ടലി. അതോടുപരി തന്നെ നമുക്ക് ഈ പലപ്പോഴും നമ്മൾ ഈ കണ്ണ് നനഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഉള്ള ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഒരു ജീവിതമെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിട്ട് പെട്ടെന്ന് കിട്ടുമ്പോൾ ഇവരുടെ ഒരു ഇതുണ്ടല്ലോ, സന്തോഷം, അത് നമുക്ക് അറിയാതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അങ്ങനെയാണെന്ന് തോന്നി. ഏറ്റവും കൂടുതൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള നമ്മൾ സാറ് പറഞ്ഞിട്ടുള്ള വേറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇത്രയും പ്രോഗ്രാം ചെയ്യുമ്പോഴും കഴിഞ്ഞ കോവിഡ് സമയത്ത് ഒരുപാട് പേരെ ചാറ്റ് ചെയ്യാൻ സഹായിച്ചു. അതായത് നമ്മൾ ഒരുപാട് പേരെ സഹായിച്ചു. അതിലോട്ടാണ് പറയാനല്ലേ, പഠനോപകരണങ്ങൾ കൊടുക്കാനായിട്ട്, TV കൊടുക്കാനായിട്ട്, മൊബൈൽ കൊടുക്കാനായിട്ട്, ടാബ് കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര പേർക്ക് വീട് വെച്ച് കൊടുത്തു. നമ്മൾ അങ്ങനെയൊക്കെ 1, 2, 3 പേർക്ക് നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തതല്ല. നമ്മളെ പ്രോഗ്രാം കണ്ടിട്ട് അവരുടെ അവസ്ഥ അറിഞ്ഞിട്ട് നമ്മളെ വിളിച്ച് അവർക്ക് വേണ്ടിയിട്ട് പൈസ അയച്ചെന്ന് ചെയ്തതാണ്. അപ്പോൾ അത്രമാത്രം നമ്മൾ പ്രേക്ഷകർ മുഖേനയാണ് അത് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം തോന്നുന്നത്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ ചോദിക്കാൻ വന്നതാണ്. കാരണം സാധാരണ ഒരു പ്രാങ്ക് ഷോ ആകുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രോഗ്രാമും ചെയ്യുക, പ്രൈസ് കൊടുക്കുക, പോവുക എന്നതിൽ കവിഞ്ഞ് ആരും ഒന്നും ചെയ്യാറില്ല. പക്ഷേ ഞാനും നമ്മളിപ്പോൾ ഇത് തുടങ്ങിയിട്ടും 1 വർഷം ആയതേ ഉള്ളൂ. പക്ഷേ പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് പുറത്ത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം, ഞെട്ടിപ്പോയൊരു സംഭവമുണ്ട്. അതായത് നമ്മുടെ വിതുര ചെറ്റച്ചലിൻ്റെ അടുത്ത് പോയിട്ടൊരു ഈ ഓട്ടിസം ബാധിച്ച ഒരു പയ്യനും, അത് എൻ്റെ നാടായിരുന്നു. ഞാനിപ്പോഴാണ് ട്രിവാൻഡ്രത്ത് ഒരു കുറേ വർഷങ്ങളായിട്ടാണ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പണ്ട് ചെറിയ കുട്ടിക്കാലത്തൊക്കെ കണ്ട ആളാണ്. അപ്പോൾ ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാനിരിക്കുകയാണ്. കാരണം അതൊരു വല്ലാത്തൊരു ഇതായിരുന്നു, നമ്മളറിയില്ല ഇതെങ്ങനെയാണെന്നുള്ള കാര്യം. അതിന് വേണ്ട നമ്മൾ ഈ ജീവിതത്തിൽ ഒരുപാട് പേരെ സഹായിക്കണമെന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ട്. ഈ ഒരു ലോട്ടറി വിറ്റ് കിടന്ന ഒരു മാമൻ, അയാൾ ജീവിതത്തിൽ ഒരിക്കലും നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരു ദോശ കഷ്ടിച്ചൊരു ചെറിയ ദോശ, ഒരു കുട്ടി ദോശ മാത്രം കഴിക്കാനേ അയാൾക്ക് വിധിയുള്ളൂ. അയാളുടെ ഏറ്റവും വലിയ വരുന്ന ഒരു മുന്തിയ ഹോട്ടലിനകത്ത് നിന്ന് നല്ല ഭക്ഷണം കഴിക്കണമെന്നുള്ളത്. ഇത് ഞങ്ങൾ പ്രാങ്കിനപ്പുറം ഞങ്ങളും നിങ്ങളെപ്പോലുള്ള സഹോദരനായിട്ടും ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ മാറാറുണ്ട്. അതിനപ്പുറം അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് സാധിക്കുക. കിടപ്പാടമില്ലാത്ത ഒരാളിനെ നമ്മൾ അന്വേഷിച്ച് നമ്മൾ പ്രാങ്ക് ചെയ്യുമായിരിക്കാം, പക്ഷെ അതിൻ്റെ ക്ലൈമാക്സിൽ അവർക്കൊരു സഹായം സർപ്രൈസിൽ കൊടുക്കാനായിട്ട് കഴിയുക. ഇത് മറ്റുള്ളവരും ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, അത് മറ്റുള്ളവർക്കൊരു സഹായം. ഇപ്പം ഞങ്ങൾ നിന്ന് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വഞ്ചുവം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആക്രി പറക്കി നടന്ന ഒരു മാമൻ്റെ ഒപ്പം ഞങ്ങളുടെ ആർട്ടിസ്റ്റും ആക്രി പറക്കാനായിട്ട് പോവുകയാണ്. ആക്രി പറക്കാൻ വേണ്ടി പോകുമ്പോൾ അന്ന് കാണുന്ന ഈ കിടക്കുന്ന ആക്രി ഞങ്ങൾ പറക്കുമെന്ന് പറയുമ്പോൾ മാമൻ അതുപോലെ പറക്കുമെന്ന് പറയുന്നുണ്ട്. അവസാനം കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന് നമുക്ക് ഒന്ന് വീട്ടിൽ പോകാം, ചില വെള്ളം കുടിക്കണം എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു നേരത്തെ ആഹാരത്തിനുള്ള വകയില്ലാത്ത ആ അമ്മാവൻ ഞങ്ങളെ വിളിച്ചതിൻ്റെ ആ മനസ്സിനെയാണ് ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ആക്ച്വലി സാബ് ഉൾപ്പെടെയുള്ള ഞാൻ ഉൾപ്പെടെ നമുക്ക് കരച്ചില്ല, വേറെ ഒന്നുമില്ല. അവിടെ എത്തുമ്പോൾ ഉണ്ടായ സർപ്രൈസ്, വീട് മുഴുവൻ കൃഷ്ണൻ കുചേലിനെ കാണാൻ വേണ്ടി പോയത്
കുചേലൻ കൃഷ്ണനെ കാണാൻ വേണ്ടി പോയത്തെ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ പിന്നെ വീട്ടിലുണ്ടാകുന്ന സൗഭാഗ്യങ്ങളാണ്, വീട്ടിൽ ഞങ്ങളുണ്ടാക്കുന്ന കുറേ മാറ്റങ്ങൾ. അത് ശേഷം വീടില്ല, ആ വീടിന് ഞങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് പാലോട് വരെ പോയി വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു. അങ്ങനെ അവിടുത്തെ വാർഡ് MLA ഞങ്ങളെ ആദരിക്കുന്ന. അതുപോലെ നമ്മൾ പറയേണ്ട കാര്യം, ഒരുപാട് പ്രേക്ഷകർ ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ ബിൽഡിംഗ് അസോസിയേഷൻ മുകളിലത്തെ റൂഫ് മൊത്തം അവരേറ്റു. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വിളിച്ച് പറയാണ്, പ്രവീൺ എന്ന് നമ്മുടെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ, കാരണം ഞങ്ങളുടെ അസോസിയേഷൻ ആ മുകളിലത്തെ റൂഫ് മൊത്തം ഞങ്ങൾ നോക്കിക്കോളാം. ഒരു സുപ്രഭാതത്തിൽ എല്ലാം പടപെട്ട ഓരോരുത്തർ ഏറ്റെടുക്കും. കാരണം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി എന്ന് പറയുന്ന സംഭവമുണ്ട്. ഭയങ്കരമായൊരു ഇതാണ്. തീർച്ചയായിട്ടും വെറും വാക്കുകളിൽ ഒതുങ്ങുന്നോ അല്ലെങ്കിൽ പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതുകൊണ്ട് ഈ ഒരു ആദ്യം നമ്മൾ പ്രാങ്ക് അത് ചിരിക്കാനുള്ള ഒരു ഇതായിരുന്നു. പിന്നീടാണ് അത് ഗൗരവത്തിലേക്ക് വന്നതും ഈ പറയുന്ന ചാരിറ്റിയിലൂടെ അത് ഈ പറയുന്ന അതുപോലെ വിതിരയിൽ പേപ്പാറ പോകുന്ന വഴിക്ക് ഒരു സംഭവം എടുത്തിരുന്നു. ഒരു വീടില്ലാത്തൊരു കഴിഞ്ഞ ഓണത്തിന് പരിചയമുള്ള ഈ ഓണത്തിന് ഞങ്ങളൊരു കട സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നു. അത് കണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ചെയ്യുമ്പോഴേ നമ്മൾ ഈ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു ഫലം, അവരുടെ ഒരു പ്രാർത്ഥന, ഇതൊക്കെ കാണും. അതുപോലെ പ്രേക്ഷകർക്ക് ഉള്ളൊരു ഇഷ്ടം. കാരണം എനിക്കത് തോന്നിപ്പോയിട്ടുണ്ട്. നല്ലൊരു നമ്മൾ ക്യാമറയുടെ മുന്നിൽ കാണിക്കാത്ത ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ പിന്നിൽ കാണിക്കുന്നുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത്, നമ്മൾ കാസർഗോഡ് നമ്മളൊരു എപ്പിസോഡ് ചെയ്യാൻ, ആ കാസർഗോഡ് ചെയ്ത എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 2:30 മണിക്ക് ഒരാൾക്ക് ലോട്ടറി അടിക്കാം. ഉച്ചയ്ക്ക് 2:30 മണിക്ക് ലോട്ടറി അടിക്കുക. ലോട്ടറി എടുക്കുന്ന സമയം 2:30 ആണല്ലോ. അപ്പോൾ 2:30 മണിക്ക് മുഴുവൻ സന്നാഹങ്ങളുമായിട്ട് നമ്മൾ അവിടേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഇനി അവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ട് ലോട്ടറി അടിച്ച ആളുടെ മനസ്സെങ്ങനെയായിരിക്കും, അയാൾ ഹാപ്പിനെസ് ആയിരിക്കും, പെട്ടെന്ന് അയാൾക്ക് സന്തോഷം വരും. ഈ സന്തോഷം കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ഇത് പ്രാങ്കാണെന്ന് പറയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്കുണ്ടാവുന്ന അയാൾക്ക് എന്താണ് ഇല്ലാത്തത്. അപ്പം ഞങ്ങളന്ന് ചെയ്യാൻ പറ്റിയ സഹായം എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു ജോലി വാങ്ങിക്കൊടുക്കുക. ഞങ്ങൾ അന്വേഷിച്ച് പറക്കി ഒരു ജോലി വാങ്ങിച്ചു കൊടുത്തു. കാഞ്ഞങ്ങാട് സിറ്റി ഹോസ്പിറ്റലിൽ ഒരു ജോലി വാങ്ങിക്കൊടുത്തു. അന്ന് ആ ഓണറുമായിട്ട് സംസാരിച്ച് ഒരു ജോലി വാങ്ങിക്കൊടുത്തു. ഞാൻ പറഞ്ഞത്, ഒരു പ്രാങ്ക് നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാവരും പ്രാങ്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ പ്രമുഖ ചാനലുകൾ പ്രാങ്ക് ചെയ്ത് പരാജയപ്പെട്ടവരാണ്, അത് നിസ്സംശയം പറയാം. അതിന് കാരണം പറഞ്ഞത്, ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവർ പിന്നോട്ട് മാറേണ്ടി വന്നു. കാരണം ഇതങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു പരിധി കഴിഞ്ഞാൽ ഇതിന് സബ്ജക്റ്റ് വൈസിൽ റിപ്പീറ്റേഷൻ വരാം, പലതുകൊണ്ടും ഉറപ്പായിട്ടും വരും. ഇപ്പോൾ സാബുവിനെ ഇത്രയും കാലം കൊണ്ട് ആളുകൾ തിരിച്ചറിയുന്നില്ല എന്നൊരു ചോദ്യം ഉണ്ടാവും. സാബുവിനെ തിരിച്ചറിയുന്ന എത്രയോ എപ്പിസോഡുകളുണ്ട്. ആ എപ്പിസോഡുകൾ നമ്മൾ മാറ്റിവെക്കപ്പെടുന്നു എന്നുള്ളത് അറിയുന്നില്ല. അങ്ങനെ നമ്മൾ പരാജയപ്പെടാറുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിലും നമുക്ക് മാത്രം ചെയ്യാൻ പറ്റിയ ഓ മൈ ഗോഡിൻ്റെ ഒരു ചെറിയ ടാറ്റിക്സ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഒരാളെ കാണുമ്പോൾ തന്നെ ഇയാൾ പിടിക്കുമോ ഇല്ലേ എന്ന് നോക്കിക്കഴിഞ്ഞിട്ട് സാബിനെ പിടിക്കില്ല എന്ന് പറയും. ഇപ്പോൾ സാബ് ഇറങ്ങുന്നത് എൻ്റെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. കാരണം അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ കൃത്യമായി നമ്മുടെ ആർട്ടിസ്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യാതെ ഇവർ കൃത്യമായി ഡീൽ ചെയ്ത് പോകും. ഇനി അഥവാ ഞാൻ ലാസ്റ്റിൽ ഇറങ്ങുള്ളെങ്കിൽ പോലും അവർ മൂന്നുപേരും പക്കയാണ് ആ കാര്യത്തിൽ. ഇപ്പോൾ എന്തായാലും വിനീത സീരിയലിലും സിനിമയിലൊക്കെ ഉണ്ട്, എല്ലാത്തിലും ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ. പക്ഷേ ഈ മറ്റുള്ള ഇപ്പോൾ രജിത്തിനായിരുന്നാലും പാർവതിക്ക് എന്തായാലും സാബുവിനായിരുന്നാലും അവസരങ്ങളൊക്കെ, കാരണം നമ്മൾ എല്ലാവരുടെയും ഒരു മോഹമാണല്ലോ സിനിമ എന്ന് പറയുമ്പോൾ. അങ്ങനെ അവസരങ്ങൾ അല്ല, ഞാൻ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു സിനിമാ മോഹം അങ്ങനെ പണ്ടേ ഉള്ള ഒരാളല്ല. ഒന്ന്. രണ്ട്, എന്നെ സംബന്ധിച്ചൊരു പക്ക പ്രൊഫഷൻ എന്നുള്ള രീതിയിലാണ്. ഞാൻ എൻ്റെ പാഷനാണ്. അതിലുപരി എന്ന് പറയുന്നത്, കാരണം ഇപ്പോഴത്തെ ഇതിൽ സാമ്പത്തികമില്ലാതെ ഒരു കാര്യം നടക്കില്ല. പാഷൻ മാത്രം വെച്ച് ഇരുന്നാൽ ഒരു കാര്യം നടക്കില്ല. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ കൃത്യമായിട്ട് നമ്മളെ ഗ്രാഫ് ഒരേപോലെ അങ്ങ് പോവുക എന്നുള്ളതാണ്. അതിനപ്പുറം ചിലപ്പം ചില ഡയറക്ടേഴ്സ് കണ്ടില്ലേ, നല്ല വർക്ക് സീരിയൽ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒറ്റ അടിക്ക് ഒരു പ്രൊഡ്യൂസർ വന്ന് വീണ് സിനിമ ചെയ്യും. ആ ഒറ്റ സിനിമ ചെയ്തിട്ട് പിന്നെ പുള്ളിക്ക് സീരിയൽ കൊടുക്കാനും ആളില്ല, സിനിമ കൊടുക്കാനും ആളില്ലാത്തൊരവസ്ഥയിൽ ആകുന്ന ആൾക്കാരുണ്ട്. ഞാനിത് പറയാൻ കാരണം, നമുക്ക് നമ്മുടെ സേഫാണ്, ലൈഫ് സേഫായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതങ്ങനെ സ്മൂത്തായിട്ട് പോകാം. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ വിളിക്കാൻ നമുക്ക് ഉറപ്പായിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞത് അങ്ങനെ വിളി വന്നാൽ ചെയ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് എപ്പോഴും, ഞാൻ എന്നെ എപ്പോഴും നോക്കുന്നതാണ്, നമുക്ക് നമ്മുടെ ലൈഫ് എത്ര കാലം നമ്മളെ ആരോഗ്യം നിലനിൽക്കുന്നിടം വരെ ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അത് ഉറപ്പായിട്ട് ഈ പ്രോഗ്രാം മാത്രമല്ല, ഏത് മേഖലയായിരുന്നാലും ആരോഗ്യം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ആ ആരോഗ്യം നിലനിൽക്കുന്നതിനകത്ത് നമ്മുടെ ലൈഫ്, നമ്മളെ കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമോ അത്രത്തോളം നന്നാക്കി എടുക്കണം എന്നുള്ള രീതിയിൽ ഉള്ള ചിന്താഗതിക്കാരനായതുകൊണ്ടാണ് അങ്ങനെ താല്പര്യമില്ല എന്ന് പറഞ്ഞത്. അല്ല, അങ്ങനെ ചിന്തിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞൊന്നുമില്ല, മനസ്സുള്ളതുകൊണ്ടാണ്. എന്നെ അറിയാവുന്നവർക്കെല്ലാം ഞാൻ അങ്ങനെ ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് സംഭവം. പാർവതി എങ്ങനെയാണ് ഇതിലോട്ട് വന്നത്? ഞാൻ ഇതിൽ വന്നത് ചേച്ചി തന്നെയാണ് എന്നെ ഇതിലോട്ട് സാറിന് പരിചയപ്പെടുത്തി കൊടുത്തത്. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട്. അപ്പോൾ എന്തായാലും ഇനി എല്ലാവരെയും ഒന്ന് പേഴ്സണലായിട്ടൊന്ന് സ്വയം പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ, കാരണം പല പ്രേക്ഷകർക്കൊന്ന് പ്രതിയോട്ടാ. എൻ്റെ പേര് പ്രദീപ് മരുതത്തൂർ എന്നാണ് പേര്. ഞാൻ ഏതാണ്ട് 20 വർഷത്തിലധികമായി
ഏഷ്യാനെറ്റിലെ ശ്രീകണ്ഠ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. പിന്നെ അവിടെ നിന്ന് പിന്നെ ജീവൻ TV, അത് കഴിഞ്ഞിട്ട് സൂര്യ TV-യിൽ 10 വർഷം, അത് കഴിഞ്ഞിട്ട് ഫ്രൈഡേ ഫിലിം ഹൗസിൽ കണ്ടന്റ് മാനേജറായിരുന്നു, റിപ്പോർട്ടർ ചാനലിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൗമുദി ചാനലിൻ്റെ ഫെസ്റ്റിവൽ ഹെഡായിട്ട് ഇവിടെ വരികയായിരുന്നു. പിന്നീട് ഞാൻ പിന്നെ അത് ഒരു ഗ്യാപ്പിന് ശേഷം വേറെ തരത്തിൽ പാറ്റേണിലാണ് ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ്. ശരി, അത് പുതിയ അറിവാണ് കേട്ടോ. ഞാൻ ജേർണലിസമാണ് എൻ്റെ സബ്ജക്റ്റ്. കേരള യൂണിവേഴ്സിറ്റിക്ക് കാസിയുണ്ട്, സെൻറ്റർ ഫോർ അഡൽറ്റ് കണ്ടിന്യൂയിങ് ആൻഡ് എക്സ്റ്റൻഷൻ, അവിടുത്തെ അധ്യാപകനാണ്. ഒപ്പം തന്നെ കൊല്ലം TK ആർട്സ് കോളേജിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. UGCയുടെ ക്ലാസ് ഇതെല്ലാം തിരക്കിൻ്റെ ഇടയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. പിന്നെ PRD-യിലെ പാനൽ പ്രൊഡ്യൂസറാണ്. മുഖ്യമന്ത്രിയുടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, നവകേരളം എന്നാണ് പ്രോഗ്രാം. എന്തെങ്കിലും ഇല്ലാതുണ്ടോ? ഇല്ല എല്ലാം കൂടെ ആയി എൻഗേജ്ഡ് ആയി നിന്നാലേ. അതെ അതെ, അതാണ് ഞാൻ അത്ഭുതപ്പെട്ടു വന്നത്. ഇത് അതിനിടയ്ക്കൂടെ ഇതെല്ലാം കോർഡിനേറ്റ് കൊണ്ടുപോകുന്നത് സവണ് സാബു പേര്, കൂടുതലും സൗ പ്ലാങ്കുള വീട്ടുപേരാണ്. വീട്ടുപേര്. പിന്നെ വൈഫ് ആശ എന്നാണ് പേര്, മകൻ ഉണ്ട് ബദ്രിനാഥ്. എൻ്റെ സഹോദരി താമസം നെയ്യാറ്റിൻ, സരിത നെയ്യാറ്റിൻകര. സഹോദരിക്ക് 2 മക്കളാണ്, കാശിനാഥ് കൈലാസനാഥ്. അല്ലെങ്കിൽ KSRTC-യിലായിരുന്നു, ഇപ്പം പെൻഷൻ പറ്റി. അമ്മ ഇവിടെയും അവിടെ ആയിട്ട് അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തബലിസ്റ്റായിരുന്നു, മൃദംഗിസ്റ്റായിരുന്നു, ബുൾബുൾ പ്ലെയർ ആയിരുന്നു. ഒരുപാട് ശിഷ്യന്മാർ ഇപ്പോഴും ഉണ്ട്. ചാനലിലുള്ള ഒട്ടുമിക്ക തബലിസ്റ്റുകളും ഒക്കെ അച്ഛൻ പഠിപ്പിച്ച ആൾക്കാരാണ്. അപ്പോൾ അത് കലാകുടുംബമാണ് ഞങ്ങളുടെ. അതിൻ്റെ ഒരു ഗുണം ഉണ്ട് ഞങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ DD മെഗാ ഷോ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെയാണ്, ദൂരദർശൻ്റെ പ്രോഗ്രാമിലൂടെ വരുന്നത്. പിന്നെ ആരോഗ്യശ്രീമായി ടൂപ്പ്, ഏഷ്യാൻ്റെ ആദ്യ സമയത്തുള്ള അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാനുള്ള ഭാഗ്യം, സീരിയലുകൾ ചെയ്യാനുള്ള ഭാഗ്യം ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ തരികിട എന്ന പ്രോഗ്രാമിലേക്ക് വരുന്നിടം മുതലാണ് എൻ്റെ ലൈഫിൻ്റെ ഒരു വഴിത്തിരിവുണ്ടാകും. അത് ആ ഗ്രാഫ് അതേപോലെ പൊക്കോണ്ടിരിക്കുന്നു. മുകളിലോട്ടും പോയിട്ടില്ല, താഴോട്ടും പോയിട്ടില്ല. അല്ല, മുകളിലേക്ക് പോയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഉപദ്രവം ഇല്ലാതെ ശരി. നമ്മൾ ആരുടെ ഐത്തി? അപ്പൊ നമ്മൾ അയൽക്കാരാണല്ലോ. ഞാൻ നെടുമങ്ങടാണ് കേട്ടോ താമസം. പിന്നെ വീട്ടിലമ്മ, അച്ഛൻ നേരത്തെ ബന്ധപ്പെട്ടു. പിന്നെ വൈഫുണ്ട്, വൈഫ് സ്റ്റാഫ് നേഴ്സാണ്, പുറത്ത് ദുബായിലാണ്. പിന്നെ 2 മക്കൾ, വൈഗ, വൈദേഹി. ഒരാൾ 7ാം ക്ലാസ്സിൽ, ഒരാൾ 5ാം ക്ലാസ്സിൽ. എൻ്റെ പേര് പാർവതി. വീട്ടിലെ ഹസ്ബൻഡ് ഉണ്ട്, രജനീഷ് എന്നാണ് പേര്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു സലൂണുണ്ട്. പിന്നെ ഞാൻ ടീച്ചറായിരുന്നു സനാന മിഷൻ സ്കൂളിലെ. സലൂണിന്റെ പേര് ഗ്ലാം റൂം, യൂണിസെക്സ് സലൂൺ മഞ്ചൂരി ഗ്ലാം റൂം. പിന്നെ ഞാൻ സനാന മിഷൻ സ്കൂളിൽ ഹിന്ദി ടീച്ചറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ആയപ്പോഴാണ് ഇതിലൊക്കെ. ശരി ശരി. പേര് വിനീത D. അമല്. പിന്നെ ഹസ്ബൻഡ് അമൽ സുരേഷ്, ആള് ക്യാമറാമാനാണ്. പിന്നെ മകൻ +2-നാണ്, അദ്വൈത്. എൻ്റെ വീട് ഇവിടെ കവടിയാറ് തന്നെയാണ്. ഞാനിപ്പോൾ ഒരു 7 വർഷമായി ഇൻഡസ്ട്രിയിലോട്ട് വന്നത്. അതിന് മുന്നേ ബാങ്കിൽ ആയിരുന്നു, അതിൽ കോർഡിനേറ്ററായിട്ടായിരുന്നു. ഫസ്റ്റ് പാഷനായിരുന്നു, ഇപ്പോൾ ഇതെൻ്റെ പ്രൊഫഷനാണ്, മീൻസ് എൻ്റെ അന്നമാണ്. അപ്പോൾ എന്തായാലും ഇനി ഇത് വിട്ടിട്ട് വേറൊരു പരിപാടി ഇല്ല? ഇല്ല, ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട്. ഞാനൊരു റൈഡറാണ്, ബുള്ളറ്റ് റൈഡറാണ്. ഞാൻ കണ്ടിരുന്നു, അത് ഏതോ ഒരു എപ്പിസോഡിൽ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് വരുന്നത്. അത് ഫസ്റ്റ് ആണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്ന ടൈമിലായിരുന്നു, 2nd എപ്പിസോഡായിരുന്നു ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ അപ്പം നമുക്ക് പൊന്മുടിയിലൊരു റിസോർട്ടിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഓ മൈ ഗോഡ് എന്ന് പറയുന്ന ഫസ്റ്റ് എന്നെ വിളിക്കുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട്. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫാമിലിയിൽ വന്ന് പോകുന്ന പോലെയാണ്. അപ്പോൾ ഫസ്റ്റ് അന്നൊക്കെ എന്നെ ചില വർക്കുകളിൽ കാര്യം അത്രയും നമ്പേഴ്സ് വേണ്ടിയിരിക്കും ആർട്ടിസ്റ്റിൻ്റെ സൈഡിൽ. അപ്പോൾ വിളിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ ഫ്രീ ഉള്ള ടൈമിൽ ഞാൻ സാറിന് മെസ്സേജ് ഇട്ടിട്ട് ചോദിക്കും, സാർ എനിക്ക് വർക്കുണ്ടോ എന്നുള്ളത്. കാര്യം ഭയങ്കര ഇഷ്ടമാണ്, ഹാപ്പിയാണ്. ഇപ്പം എല്ലാവരും എപ്പോഴും ഹാപ്പിയിലായിരിക്കത്തില്ലല്ലോ, പക്ഷേ ഇത് ഞങ്ങൾ ഒരുമിച്ചുള്ള ട്രാവലിങ്, അപ്പോൾ എല്ലാവരും കൂടിയുള്ള ആ ഒരു നമുക്ക് മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യുന്നത്. ഭയങ്കര സന്തോഷമാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഈ നമ്മൾ ലോങ് ഷൂട്ടിനുള്ള പോകുമ്പോൾ നമ്മൾ ഈ വണ്ടിക്കകത്ത് നമ്മൾ സത്യം നമ്മൾ ടൂർ സുഹൃത്തുള്ള ടൂർ ഭയങ്കര അതൊരു ഭാഗ്യമുണ്ട്. തീർച്ചയായും. കാരണം നമ്മൾ ഈ ഒരു പ്രായം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ ടൂറൊന്നും അതിന് വേറൊരു ഭാഗ്യം കൂടെ ഉണ്ട്. വേറൊരു ഭാഗ്യം കൂടെ എഴുതിയിട്ടുണ്ട്, വൈഫ് ഗൾഫിലല്ലേ. വേറെ രസം അറിയാമോ, ഈ ടൂർ എന്നാണ് എൻ്റെ വയലിൽ വന്നത്. ഷൂട്ട് കഴിഞ്ഞിട്ട്
നമ്മൾ തിരിച്ചു വരുമ്പോൾ എല്ലാവരെയും മുഖത്തും ഭയങ്കര മൂഡ് ഓഫ് ആണ്. കാരണം കഴിഞ്ഞ് വീട്ടിൽ പോയി അതാ 2-3 ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മളെ മൈൻഡിലായിരുന്നു. പിന്നെ അല്ലാതെ ഷൂട്ട് ഔട്ട്ഡോർ പോവല്ലോ, ദൂരോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും കഴിഞ്ഞ് വരണം എന്നൊരു മൈൻഡാണ്. അതെ, നമ്മൾ വർക്കിന് രാവിലെ എഴുന്നേക്കുന്നു, വർക്കിന് പോകുന്നു, വരുന്നു, അങ്ങനെയാണ്. അത് ഒരു ടൈം 6 മണിയാകുമ്പോൾ വണ്ടി വരും, 10 മണിയാകുമ്പോൾ തിരിച്ചു വരും, ഇങ്ങനെയാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് പെട്ടെന്ന് അങ്ങ് കഴിയും. അതുപോലെ തന്നെ നമ്മളെ ഈ ഇടയിൽ അങ്ങനെ കോംപ്ലക്സ് ഈഗോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇത്രയും പോകാൻ പറ്റില്ല. അത് ഒരു പരമപ്രധാനം. അത് ക്രൂ മൊത്തം എല്ലാ കാലവും എന്തെങ്കിലും ഒരു ഇതിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പടപട ആരെങ്കിലും ഒക്കെ ചെയ്ത് അതിനെ വൃത്തിയാക്കുക എന്നുള്ളതിനപ്പുറം എനിക്ക് നമ്മൾ ഈഗോ കൊണ്ട് കാര്യം. ഇത്രയും 10-15 പേര് വരുന്ന ഒരാള് ഡൗൺ ആയിട്ടിരുന്നാൽ പിന്നെ ഔട്ടാ മൈൻഡ് ഔട്ട് എല്ലാം തന്നെ. പിന്നെ നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം, നമ്മളിതെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു പ്രഷർ തരില്ല. നമ്മളെ പ്രൊഡ്യൂസർ സാറ് നമ്മൾ ഷൂട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് ആളുടെ വിളിച്ച് സംസാരിച്ച് എല്ലാം റെഡിയാക്കി നമ്മൾ രാവിലെ ക്യാമറയിൽ എത്തുമ്പോൾ ഒറ്റക്കോളൂ, ഞാൻ വേറെ ആവശ്യം ഒട്ടിക്കാൻ നിന്ന് വരാൻ ഷൂട്ട് വരാൻ പറ്റില്ല. ഒരാൾ നമ്മൾ അറേഞ്ച് ചെയ്ത് വയ്ക്കുക, വൈഫിനെ പറ്റിക്കോ സുഹൃത്തിനെ പറ്റിക്കോ ചെയ്യും. അവിടെ ചെല്ലുമ്പോൾ സാറൊന്നും പറയില്ല, സാർ പറയും അത് നടക്കില്ല. കാരണം ഇത്രയും ദൂരം നമ്മൾ ഇതിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മരണമായിരിക്കും. നമുക്കത് അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല, നമുക്കത് ഒഴിവാക്കിയേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ സഡൻ ഒരു കണ്ണുണ്ടാക്കി അപ്പോഴും നമ്മൾ ചെയ്ത ചരിത്രം ഉണ്ടായിരുന്നു. അതൊക്കെ ഫുള്ളി പ്രഷർ മൊത്തം അവിടെ ഇരിക്കും. നമ്മളെ കൂളായിട്ടും പിന്നെ ചില സമയത്ത് പൊട്ടിത്തെറിക്കും കേട്ടോ. അത് കാര്യം പറഞ്ഞാൽ ചില സമയത്ത് കാരണം അല്ല പൊട്ടിത്തെറിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും. അതൊന്നും അപൂർവം വർഷത്തിൽ ഒരിക്കൽ മറ്റേ ഇതിനെ കുറിച്ച് നോക്കുമ്പോൾ ഒരു ദേഷ്യപ്പെട്ടേ. പക്ഷെ അത്ര പ്രശ്നം നമുക്ക് നിൽക്കുന്ന ആർക്കും ഒരു ജോലിയായിട്ട് പ്രശ്നമില്ല. ഇപ്പം ഞാൻ ഫ്രീ ആക്കും മൊത്തം. ഇന്ന സാധനം വാങ്ങണം മാത്രം, വേറെ ഒന്നുമില്ല. ബാക്കി ചെയ്തകത്ത് ഷൂട്ട് തുടങ്ങുമ്പോൾ ഇന്നതാണ് സംഭവം. എന്തായാലും ഇത് റെക്കോർഡാണ്. കാരണം ഇത്രയും നന്നായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതും ഒരു 10-20 മിനിറ്റ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം കൊണ്ട് ഈ ഓരോ പ്രോഗ്രാം പോകുമ്പോഴും പിന്നെ അതിൻ്റെ ഒരു പിന്നിൽ ഈ നിൽക്കുന്ന മുഴുവൻ ആളുകളും, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സാധാരണ ഒരു ടെലിവിഷനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു ക്രൂവിനെ പോലെയല്ല. ഈ നിൽക്കുന്ന ക്യാമറമാൻ, സീനിയർ ക്യാമറമാൻ, അയാൾ ചീഫായിരിക്കും. പക്ഷേ അയാൾ കൃത്യമായി ഈ കൂടൊരുക്കാൻ, ഒരുപക്ഷെ നമ്മൾ ക്യാമറ ഹൈഡ് ചെയ്തായിരിക്കും വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള അങ്ങനെയുള്ള ഒരു ഒരുക്കം വെക്കേണ്ടി വരും. നമ്മൾ ഒരിക്കലും ക്യാമറ ഉണ്ടെന്ന് അറിയാത്ത രൂപത്തിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി എല്ലാവരും അക്ഷീണം പ്രയത്നിക്കും. ഈ കഴിഞ്ഞ എപ്പിസോഡ്, ഇപ്പം ഈ വരാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു ആനയുടെ എപ്പിസോഡാണ്, ഒരു ആനയെ സംബന്ധിച്ച്. അപ്പോൾ ആനയെ സംബന്ധിച്ച് ആ ക്യാമറമാനെ ഞാൻ അവിടെ കൊണ്ടുവിട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോവാണ്. പിന്നെ ക്യാമറമാനും ആങ്കർ മാത്രമേ ഉള്ളൂ. ആക്ച്വലി ആങ്കറെയാണ് പറ്റിക്കുന്നത്. അവിടെ ആങ്കർ ക്യാമറമാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡേയ് ഇതെന്ത് ചെയ്യണം? അപ്പോൾ തിരിച്ച് എളുപ്പം വരും. ക്യാമറമാൻ പോലും അഭിനയിക്കുന്നുണ്ട്. എങ്ങനെയും ഇതിനെ വിജയത്തിലേക്ക് എത്തിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ക്യാമറമാൻ പോലും അഭിനയിക്കണം. അങ്ങനെ ഓൾ ക്രൂ അഭിനയിക്കുന്നത് കൊണ്ടാണ് ഇത് പിടിച്ചു നിൽക്കുന്നത്. അതുപോലെ തന്നെ ആ ആന എന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം ആരെയും അടുപ്പിക്കാത്ത ആനയാണ്. ധൈര്യമായിട്ടങ്ങ് നിന്നു. കാരണം എന്ത് സംഭവിക്കാം ആനപ്പാപ്പാൻ ആന എഴുതിയ 2 വട്ടം തെറ്റും. പക്ഷെ ജയിത്തത് കറക്റ്റ് എത്രയോ വർഷമായിട്ട് പാപ്പാനായിട്ട് നിൽക്കുന്നതിന്റെ ഇത് കറക്റ്റ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ്. തോട്ടിയൊക്കെ പിടിച്ച് നിൽക്കുന്ന അത് ഈ പാപ്പം പറഞ്ഞത് മതപ്പാട് ഒരു മാസത്തിൽ ഇത്ര ദിവസം അവിടെ ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങോട്ട് വലിയ പാടാണെന്ന്. ഞാൻ സാറേ പോയി ഇത് ഏത് വാക്കെടുത്തത്? ഏറ്റവും വലിയ സംഭവം, ആ കുട്ടി തലേ ദിവസം ബുക്ക് എടുത്ത് വെച്ച് പഠിച്ചിട്ടാണ് വന്നത്. ആനയുടെ സംഭവം, ആനയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ സംഗതികൾ. കാരണം രേത്തിന് എനിക്കറിയാം, അന്ന് ഒരു ആർട്ട് ഡയറക്ഷനും ഈ വർക്കും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന രേത്ത് ഫുൾ എൻഗേജ്ഡ് ആണ്. കാരണം ഒരു ദിവസം 2 എപ്പിസോഡ് വെച്ച് നമ്മൾ തീർത്തോണ്ട് വരിക. കാരണം ഇതിനൊന്നും തിരിഞ്ഞിരിക്കാൻ സമയമില്ല. എനിക്കറിയാം രേത്തിന് ഇതൊന്നും അറിഞ്ഞൂടാ. ആനയ്ക്ക് 4 കാലുണ്ടെന്ന് മാത്രമേ അറിയാവൂ. അത് നമ്മളെ ഈ പറയും നമ്മളൊരാളെ പറ്റിക്കാന്ന് പറയുമ്പോൾ ഇവിടുന്നൊക്കെ കേട്ട് പഠിച്ച സംഭവം ഉണ്ട്. അവരൊരു ചോദ്യം കാര്യമാണ്. പറയേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ ദൈവാധീനം എന്ന സംഭവമുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് എപ്പോഴും അത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് പല അനുഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇത് തീർന്നു, ഇവിടെ ഇനി അതിനപ്പുറം ഇല്ലയെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവമായിട്ട് ആരെങ്കിലും കൊണ്ടുവന്ന് തന്നിരിക്കും. അതായത് ഈ ഒരു സംഭവം നമ്മൾ ഷൂട്ടിന് എത്രയോ കിലോമീറ്റർ ഓടി മണിക്കൂറുകൾ ഓടി അവിടെ ചെല്ലുന്ന സമയത്താണ് അത് നടക്കില്ല എന്നറിയുന്നത്. ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇനി തിരിച്ചു പോയേ പറ്റുള്ളൂ. വെറുതെ ഒരു ദിവസം പോയി എന്ന് വിചാരിക്കുന്ന സമയത്ത് അതിനേക്കാളും ബെറ്ററായിട്ടുള്ള ചില കണ്ടന്റുകൾ അവിടെ ഉണ്ടാവുകയും ആ കണ്ടന്റിനോടനുബന്ധിച്ചുള്ള ആൾക്കാർ അവിടെ എത്തപ്പെടുകയും അല്ലേ. അതൊക്കെ ഭയങ്കര ഭാഗ്യമാണ്. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഒരു വീട്ടിൽ പോയി ചോദിച്ചാൽ 2 കൈ നീട്ടി ഇവിടെ ഷൂട്ട് ചെയ്തോളൂ എന്ന് പറയുന്ന നമ്മൾ പ്ലാൻ ചെയ്ത വീട് ചിലപ്പോൾ നടന്നില്ലായിരിക്കും. അത് വേറെ എല്ലാം സത്യം പറഞ്ഞ ദൈവാധീനമാണ്. അങ്ങനെ കുറേ സംഭവമുണ്ട്. എല്ലാം ദൈവാധീനം തന്നെയാണ്. അത് ഓർമ്മയിൽ നിൽക്കുന്ന ഒരുപാട് എപ്പിസോഡുകളുണ്ട്. ഒരു
രാത്രി ഇടുക്കിലെവിടെയല്ലേ ഒരു ഇറച്ചി ഒരാളിനെ ഡെഡ് ബോഡി അല്ല അറ്റാക്ക് ഒന്നും അല്ല ഒരു ചവിട്ടും കിട്ടിയില്ലേ? അതിനൊരു സംഗതി പലരും ചോദിക്കും, ഇത് അറ്റാക്ക് വന്നാൽ എന്തെങ്കിലും ചെയ്യാം. അതെന്താ പറയുക, നമ്മളിപ്പോൾ ഒരാളെ പിടിക്കുമ്പോൾ തന്നെ അയാൾ എന്തെങ്കിലും തരത്തിൽ ഡൗൺ ഉണ്ടോ, ഉണ്ടെങ്കിൽ നമ്മൾ അയാൾ പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴും വിടും. നമ്മൾ ഈ വിടുന്നതൊന്നും നമ്മൾ ടി വിയിൽ കാണിക്കാറില്ല. അങ്ങനെ ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഹാർഡ് ഡിസ്കിൽ ഇരിക്കുന്ന എപ്പിസോഡുകൾ നോക്കിയാൽ മാത്രം മനസ്സിലാവും എത്രയോ എപ്പിസോഡുകളോട് ഉണ്ടെന്നറിയാം. പിന്നെ ഇത് എന്തെങ്കിലും തരത്തിൽ ഇപ്പം പ്രശ്നം വല്ലതും ഉണ്ടാവും, അയാൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എപ്പിസോഡ് അപ്പോഴും വൈൻഡപ്പ് ചെയ്യും. അതാണ് ചില ആളുകൾ നല്ല രീതിയിൽ വന്നുകൊണ്ടിരുമ്പോൾ നിങ്ങൾ എന്തിന് പെട്ടെന്ന് നിർത്തിക്കളഞ്ഞ് എന്ന് പറഞ്ഞ് കമൻറ്റ് നമുക്ക് താഴെ. അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി മുന്നോട്ട് പോകണ്ട. നമ്മൾ മനുഷ്യനാണ്, അയാളെ പറ്റിക്കാൻ എന്ന് പറയുന്നത് അതിനൊരു ലക്ഷ്മണ രേഖയുണ്ട്, അതിനപ്പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നിങ്ങളുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരിക്കലും ഒരാളെ ഹരാസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് അറിഞ്ഞുകൊണ്ടോ അറിയാതെ പോലും ആരുടെയും ഭാഗത്തു നിന്ന് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും. അത് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വശങ്ങൾ ഈ ആ പ്രോഗ്രാമിനുണ്ട്. ചാരിറ്റി ആവട്ടെ, അതുപോലെ ഈ ഹരാസ്മെൻ്റ് ആവട്ടെ, ഏതാവട്ടെ, അതുപോലെ കൃത്യമായിട്ട് പ്രേക്ഷകരെ രസിപ്പിക്കാനും കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനിങ്ങനെ കണ്ടു വരികയാണ്. ഇപ്പോൾ ഒരു എപ്പിസോഡ് 6 വർഷം മുമ്പുള്ളതൊക്കെ ഇങ്ങനെ കണ്ടുവരികയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് തിരക്കുള്ള ആൾക്കാരാണ്. വിനിതയ്ക്ക് ഷൂട്ടുണ്ട്, പർവ്വതി എഴുത്തായിരുന്നാലും എല്ലാവരും. അപ്പം ഈ ഒരു 1.5 മണിക്കൂർ ഞങ്ങൾക്ക് DNA ന്യൂസിന് വേണ്ടി എന്തായാലും എല്ലാവരും തയ്യാറായി വന്നു. നമുക്കും ഒരുപാട് സന്തോഷം. കാരണം നമ്മളിത് കുറേ ദിവസമായിട്ട് നീണ്ട് പോകാം. പെട്ടെന്നൊരു ഫിക്സ് ചെയ്ത് ഇന്നലെ സാർ വിളിച്ചു. എന്തായിരുന്നാലും ഇനിയിപ്പം നമ്മൾ കാരണം അപ്പോൾ ഇന്നലെ നിങ്ങളും ബിസി ആയിരുന്നു. ഇന്നലെ ഇന്ന് എല്ലാവർക്കും സമയം കിട്ടി, നിങ്ങൾക്ക് സമയം കിട്ടി, നമുക്ക് സമയം കിട്ടി. അതല്ലേ? അതെ 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 എല്ലാം നേരത്തെ പറഞ്ഞ കാര്യമാണ്. ദൈവാധീനമാണ് എൻ്റെ കറക്റ്റ് ടൈം എന്ന് പറയുന്നത്. നിങ്ങളും തിരക്കിലാണ്, എല്ലാം നമ്മൾ ഈ ജീവിതമായിട്ട് ബന്ധപ്പെട്ട്. തീർച്ചയായിട്ടും നമ്മൾ ഒരാളാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാം. പക്ഷേ ഈ 5 പേരും ഒരുമിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത സമയത്ത് പലർക്കും പല കാര്യങ്ങളായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾ ഞങ്ങളുടെ ക്യാമറയുടെ മുമ്പിൽ വന്നത് വലിയൊരു ഭാഗ്യമായി ഞങ്ങൾക്കായിരുന്നു. അതുപോലെ തന്നെ ഈ ഓ മൈ ഗോഡ് പുതിയ നല്ല സബ്ജക്റ്റുകൾ എടുത്തുകൊണ്ട് ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്തുകൊണ്ട് റെക്കോർഡിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ പേരിലും DNA ന്യൂസിൻ്റെ പേരിലും താങ്ക് യു.